കോഴിക്കോട് കോർപ്പറേഷൻ 54-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അനിതാ കുമാരി ആദ്യമായാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മത്സരരംഗത്ത് ആദ്യമായിട്ടാണെങ്കിലും കോഴിക്കോട്ടുകാർക്ക് അനിതാ കുമാരി പരിചിതയാണ്. കോഴിക്കോട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡെപ്യൂട്ടി കളക്ടർ കൂടിയായിരുന്നു അനിതാ കുമാരി. എന്തായാലും അനിതാ കുമാരിയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. ഗുഡ് മോർണിംഗ് ഭദ്ര. എനിക്കൊപ്പമുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ 54-ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി അനിതകുമാരിയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതൊക്കെ ആദ്യമാണ്. പക്ഷേ കോഴിക്കോട്ടുകാർക്ക് വളരെ പരിചിതമായൊരു മുഖമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഓടിയെത്തുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടർ. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തി കൂടിയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന സമയത്ത്. ഇപ്പോൾ റിട്ടയറായി ഈ വർഷം തന്നെയായിരുന്നു റിട്ടയർമെൻറ്റ്. അതിന് പിന്നാലെ ഇതാ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് പരിചയപ്പെടുത്തലൊന്നും തന്നെ ആവശ്യമില്ല. ചേച്ചി, പ്രചാരണം രാവിലെ 7:30 പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. ഏത് രീതിയിലാണ് പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? നമ്മൾ ഉച്ച വരെ, ഏതാണ്ട് ഉച്ച 2 മണി വരെ നമ്മൾ എല്ലാ വീടുകളിലും കയറിയിട്ട്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു 70-75% നമ്മൾ കഴിഞ്ഞു. വീടുകളിൽ കയറി പ്രചരണം നടത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുടുംബ യോഗങ്ങളാണ് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് രാത്രി ഇപ്പം മഴയുള്ളതുകൊണ്ട് നമ്മൾ അധികം കുടുംബയോഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നു. ഏതാണ്ട് നമ്മളൊരു വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ ബൂത്തും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനം നടക്കുന്നത്. അവിടെ വളരെ ആൾക്കാരിപ്പം കുടുംബ യോഗങ്ങളിലാണെങ്കിൽ ഒരുപാട് സ്ത്രീകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. അവർ നല്ല നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാനിങ്ങനെ പ്രേക്ഷകരോട് പറയുമായിരുന്നു, ഈ അനിതയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നത് ആദ്യമാണ് അല്ലേ. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ആയിരുന്നു അതിന് മുൻപേ അല്ലേ. കോഴിക്കോട് എന്ത് പ്രശ്നം വന്നാലും അവിടേക്ക് അനിതേച്ച് ആദ്യം ഓടിയെത്തും. ഞാൻ ഈ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ റിപ്പോർട്ടിങ്ങിനൊക്കെ പോയ സമയം ആദ്യം എത്തുമായിരുന്നു ആ സ്ഥലത്തൊക്കെ. പ്രളയ സമയത്ത് ഞാനേതും ജില്ലയുടെ നോഡൽ ഓഫീസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാനും അവർക്ക് വേണ്ട പരിഹാരത്തിനും നമ്മൾ കളക്ഷൻ സെൻ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നും അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് നമ്മൾ നോക്കുന്നു, അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ ആവശ്യമുള്ള ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ നമ്മളിപ്പോൾ അറിയാമല്ലോ, സ്കൂളുകളായിരിക്കും അവർ താമസം, മിക്കവാറും വീട്ടിൽ മാറുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നെ വീടുകളിൽ പോയിട്ടുള്ളവർക്ക് അവർക്ക് കിറ്റുകൾ നൽകുക. ഇതൊക്കെയാണല്ലോ നമ്മുടെ പണി. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ഈ കോഴിക്കോടിൻ്റെ 2018 ഏതാണ്ട് 2 ലക്ഷം കിറ്റുകൾ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു പരാതി സാധാരണ രീതിയിൽ കിട്ടിയിട്ടില്ല അതുവരെ. അതുകൊണ്ട് വളരെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് 100% ആത്മാർത്ഥമായി ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു ഒളവണ്ണയിൽ ഒരു സമയത്ത് വലിയ മഴ വന്ന് വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അനന്തേച്ചി ഇങ്ങനെ തോണിയിൽ വരുന്നൊരു സീൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു ഇവിടെയുള്ള ആളുകളോട് മാറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആളുകൾ മാറുന്നില്ല, മുകളിലത്തെ നിലയിലേക്ക് നിൽക്കാം. പക്ഷെ അവസാനം വെള്ളം ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് ആളുകൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുന്നത്. വലിയൊരു ബുദ്ധിമുട്ടുള്ള ഈ മാനേജ്മെൻറ്റ്. പലപ്പോഴും നമുക്ക് ഈ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെള്ളം കയറുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മൾ മുമ്പ് വെള്ളം കയറുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അവരോട് നേരത്തെ പോയി പറയും, നിങ്ങളൊന്ന് മാറി താമസിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും നമ്മൾ കയറാൻ പറഞ്ഞാൽ ഇല്ല പ്രശ്നമില്ല എന്ന് പറയാം. അപ്പോൾ പകുതി ആകുമ്പോഴേക്കും ഞാനൊരു ഭാര്യേനെയും കുട്ടികളെയും എവിടെയും മാറ്റി പാർപ്പിക്കും. പിന്നെ ഒരു രാത്രി 11-12 മണിയാകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ നിവൃത്തിയില്ല. അവസാനം നമ്മൾ ഫയർഫോഴ്സ് സഹായത്തോട് ഞാൻ തന്നെയാണ് മിക്കവാറും രാത്രികളിലാണ് പോകുന്നത്. അപ്പം ഈ രാത്രി ലൈറ്റ് ഉണ്ടാവില്ല, മിക്കവാറും അറിയാമല്ലോ, കറണ്ടൊക്കെ പോകും. അപ്പോൾ നമ്മൾ പോയി ഇടിക്കുമ്പോഴൊക്കെ അവിടെ തെങ്ങുണ്ട്, വാഴ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. പലപ്പോഴും നമ്മൾ ഗേറ്റിൻ്റെ മേലെ കൂടിയാണ് വെള്ളത്തോണിയിൽ എത്തുന്നത്. അപ്പം പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മേഡത്തിന് നീന്താൻ അറിയുമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് എന്നിട്ട് മേഡം എന്താ ധൈര്യത്തിലായി കയറിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിനാണല്ലോ നിങ്ങൾ ആ രീതിയിൽ പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടാറ്. കാരണം അവരെ രക്ഷിച്ച് അവരുടെ ഫാമിലിയോടൊപ്പം കൊണ്ടു ചെല്ലുമ്പോൾ അല്ല അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അവർക്ക് സന്തോഷമായി. പിന്നെ നമുക്കതിലൊരു ആത്മസംതൃപ്തി. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു എന്നുള്ളൊരു വിശ്വാസം കൊണ്ടിരിക്കും. ആ ഒരു വ്യത്യാസം ഇപ്പം മറ്റൊരു ഫീൽഡാണ്. ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കൊരു അപരിചിതമൊന്നും തോന്നില്ല. അവർ നമ്മളെ അറിയാവുന്ന രീതി ഞാൻ തന്നെ ഇപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവരുടെ സ്വീകരണം കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്കൊരു ഗുണം എന്താ വെച്ചാൽ എൻ്റെ മുമ്പ് നിന്നിട്ടുണ്ടായിരുന്ന കൗൺസിലറായിരുന്നു, ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോൾ കൗൺസിലറാണ് നവാസ് ചെയ്തിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നവാസിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ബാക്കാണോ നോക്കുക. മുമ്പ് കൗൺസിൽ ഇങ്ങനെയാണ്, ഇടതുപക്ഷം ഇങ്ങനെ LDF ജയിച്ച കൗൺസിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു പരാതി നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്കതിനൊരു പരാതിയേ ഇല്ല. എനിക്ക് എവിടെ പോയാലും നവാസിനെ പറ്റി നല്ലത് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച്
ഇരട്ടി സന്തോഷമാണ്. കാരണം ഈ വാർഡ് എന്നെ ഏൽപ്പിക്കുമ്പം നമ്മളെ പാർട്ടിക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നവാസായാലും എനിക്കും അതുപോലെ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ പാർട്ടിയിലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ സർവീസിലുള്ള സമയത്ത് ഞാൻ റിട്ടയർഡ് ആയപ്പോൾ ഞാൻ ഒരുപാട് പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. റിട്ടയർഡായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, നമുക്കുണ്ടാവുമല്ലോ റിട്ടയർഡായി. കാരണം 36 വർഷം തുടർന്നുള്ള സർവീസിൽ മുഴുവൻ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്ത ആളാണ്. പിന്നെ അങ്ങോട്ട് റെസ്റ്റ് എടുത്ത് ഇന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അപ്പോൾ അത് മനോഹരമാക്കുക എന്നുള്ളതാണ്. ജനങ്ങളെയും ഇവിടുത്തെ നാട്ടുകാർക്കും സന്തോഷപ്രദമായ ആർക്കും എന്താണോ പാർട്ടി ഉദ്ദേശിച്ചത്, പാർട്ടി അറിയാലോ കേരള ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള പ്രവർത്തനം അതായിരിക്കും. നല്ലൊരു വാർഡ് മെമ്പറുടെ ചുവട് പിടിച്ചിട്ടാണ് പണ്ടേച്ച് മത്സരിക്കാൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷം ജയിക്കില്ലേ? കഴിഞ്ഞ തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ച ആളാണ്. അത് അതിനേക്കാൾ ഡബിൾ ആക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു പ്രവർത്തനം നമ്മൾ വാർഡിൽ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും അനിതകുമാരി ഈ വാർഡിലെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിക്കുന്ന സ്ഥാനാർത്ഥിയായി മാറും. എല്ലാ ആശംസകളും. ഓക്കെ, ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച നവാസ്കയുടെ കൂടെയാണ് അനിതേച്ചി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ നടക്കുന്നത്. നവാസ്ക തന്നെ പറയുന്നു അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി വിജയം കൈവരിക്കും എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ഭദ്ര.